താളിക്കാനുള്ള സമയമായി. കൊഴുക്കട്ട താളിച്ചിട്ട് നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ കൊഴുക്കട്ട നമുക്ക് എടുക്കാം. കൊഴുക്കട്ട നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് നേരത്തെ എല്ലാം തയ്യാറാക്കി വെച്ചതാണ്. അപ്പോൾ അതിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മൾ താളിക്കാൻ വേണ്ടി എന്താണ് എണ്ണയാണ്. എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി എന്തെല്ലാം ആവശ്യമുണ്ട്? കടുക് മാത്രമേ ഉള്ളൂ. കുറച്ച് കടുകും കൂടി ഇട്ടാൽ നമുക്ക് ഇതിൽ നിന്ന് താളിച്ചെടുക്കാം. കടുകും കൂടി റെഡിയായിട്ട് നമുക്ക് ഇതിൽ ഉണ്ടാക്കിയ കൊഴുക്കട്ട അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മളപ്പോൾ കൊഴുക്കട്ട ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ എണ്ണ ചേർത്തു, അതുപോലെ തന്നെ കടു ചേർത്തു. പിന്നെ ഒരു കാര്യം മറക്കരുത്, ടേസ്റ്റ് ടൈമിന്റെ കുക്കറി ബുക്ക്. ഈ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ തന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ, ഈ ഒരു പ്രത്യേകിച്ച് കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഈ കൊഴുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം കൂടി കുക്കറി ബുക്കിൽ, ടേസ്റ്റ് ടൈമിന്റെ കുക്കറി ബുക്കിൽ നോട്ട് ചെയ്യുക. ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? അരിമാവ് വറുത്തിട്ട് ചൂടുവെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് അതിന് ആവശ്യമുള്ള ഉപ്പിട്ടിട്ട് വെള്ളത്തിലൊഴിച്ചിട്ട് കഴുകാം. ഒന്നായിട്ട് കുഴച്ച് വരുമ്പോൾ കട്ടിയായിരിക്കണം. ഒരുപാട് വെള്ളം കൂടി പോകാനും ശരിയാവില്ല. ഉരുട്ടിയെടുക്കാൻ ചേർക്കണം. അങ്ങനെ ആ വെള്ളം ഒഴിച്ച് കുഴച്ചായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുന്ന പാകം വരെ ആകുമ്പോഴത്തേക്കും നിർത്തണം. എന്നിട്ട് ഉരുട്ടി ഇതേപോലെ വെച്ചിട്ട് കടുക് താളിച്ചു കൂട്ടി കരിവേപ്പില ഇട്ടിട്ട് അതിനകത്ത് ഇട്ടിട്ട് വഴറ്റിയിട്ട് കഴിക്കാം. അപ്പം അരിമാവിന്റെ കൂടെ നമ്മൾ കുറച്ച് മുളക് പൊടി കൂടി അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ മാവ് മിക്സ് ചെയ്തെടുത്തത്. എന്നിട്ട് ഇതുപോലെ കൊഴുക്കട്ട ആക്കിയതിനു ശേഷം താളിച്ചിട്ട് നമുക്കെടുത്ത് കഴിച്ചാൽ മാത്രം മതി. എളുപ്പത്തിൽ തന്നെ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കറിവേപ്പിലയും കൂടെ ഇട്ടു നമ്മൾ കൊഴുക്കട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വൈകുന്നേരം എല്ലാം സ്കൂൾ വിട്ടെല്ലാം കുട്ടികളെല്ലാം വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട തയ്യാറായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കൊഴുക്കട്ട ഒന്ന് താളിച്ച് റെഡിയാക്കി എടുത്തു. ഇനി നമുക്കൊന്ന് ഒരു കൊഴുക്കട്ട എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി കൊഴുക്കട്ട പെട്ടെന്ന് തന്നെ കാപ്പിയുടെ കൂടെ എല്ലാം കൊഴുക്കട്ട കഴിക്കാമെന്നെല്ലാം പറഞ്ഞു. ഈ കൊഴുക്കട്ടയുടെ ടേസ്റ്റാണ്. ഇത് ചൂടോടെ കഴിച്ചാൽ മാത്രമേ അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റൂ. സൂപ്പറായിട്ടുണ്ട് ഈ കൊഴുക്കട്ടയും. ഉപ്പൊക്കെ പാകമാണ്. എല്ലാം കറക്റ്റാണ്. എല്ലാം അമിതമായാലും പിന്നെ ആ ഒരു ടേസ്റ്റ് പോകുമല്ലോ. ആവശ്യത്തിനുള്ളതെല്ലാം കറക്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഇതിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ പോകുന്നത് അടുത്ത മധുരമുള്ള മധുരച്ചുണ്ടൽ. പയറുചുണ്ടൽ. അപ്പൊ പയറുചുണ്ടൽ മധുരച്ചുണ്ടൽ എന്നാണ് അറിയപ്പെടുന്നത്. നേരത്തെ ഞാൻ കഴിച്ച ചുണ്ടലിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ പരിപ്പ് വെച്ചുണ്ടാക്കിയത് അല്പം എരിവൊക്കെ ഉണ്ട്, വേറൊരു ടേസ്റ്റാണ്. ഈ മധുരമുള്ള ഒരു ചുണ്ടലിലേക്ക് പോകുന്നു. ഒരു ഷോർട്ട് ബ്രേക്ക്.